ബഹുമാനപ്പെട്ട നാട്ടുകാരെ, CPM സഖാക്കൾ ചെയ്യുന്ന അട്ടഹാസം എന്ന് പറഞ്ഞാൽ നെന്മാറ പോലീസും CPM കൂടിയിട്ട് കേരളത്തിൽ എല്ലാം നരനായാട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2.5 വർഷം മുമ്പ് നടന്ന സംഭവം, ഒരു പ്രസാദ് എന്ന പാൽവണ്ടിക്കാരൻ ഇവിടെ ചെമ്മന്തോട് വെച്ച് റൈറ്റ് കയറി ഞാനും ഭാര്യയും കൂടിയിട്ട് ആശുപത്രിക്ക് പോകുന്ന സമയത്ത് റൈറ്റ് കയറി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റൈറ്റ് കയറി. ആ റൈറ്റ് കയറി വണ്ടി സഡൻ ബ്രേക്കിട്ട് അവിടെ രണ്ടുപേരും വീഴുകയുണ്ടായി. നമ്മുടെ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ന്യായീകരണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ പ്രസാദിൻ്റെ പാൽ വണ്ടിക്കാരൻ്റെ വണ്ടി പൈസയൊന്നും കൊടുക്കണ്ട, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പരുക്കായി, വണ്ടി കേടുവന്നു പരുക്കായി, എന്നാൽ ഒന്നും കൊടുക്കണ്ട എന്ന് ന്യായീകരണ തൊഴിലാളി CPM ആളുകൾ പറഞ്ഞു ചെമ്പത്തോട് വെച്ച്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 2.5 വർഷത്തിന് ശേഷം ഇപ്പോൾ വീട്ടിൽ വന്ന് നരനായാട്ട് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ വണ്ടി ഒന്ന് നേരാക്കി തന്നിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കണം പറഞ്ഞിട്ടും ചികിത്സയ്ക്കായിട്ട് ഒരു കാര്യത്തിനും തന്നിട്ടില്ല. 1 രൂപ തരാതെയാണ്. പിറ്റേ ദിവസം വണ്ടി അവിടെ ചോദിച്ചപ്പോൾ അത് പറയാതെ ഒന്നും തള്ളും വഴക്കൊക്കായി, കല്ലെടുത്ത് കുത്തി വലിയൊരു അവസ്ഥയായി. 2 പേരുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യാൻ അവർ CPM 2 സഹാക്കളാണിത്. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന മറ്റേ മനു വന്നിട്ട് ഈ തല്ല് അടി കിട്ടിയതിന് ശേഷവും പിന്തുടർന്ന് ചാറ്റുകോട് വരെ വന്നു. അപ്പോൾ ഇത് ഇത്രയും വീങ്ങി കിടക്കുമ്പോൾ പിന്നെ ഈ തല്ലി തീർന്നിട്ട് പോരടോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് അവൻ ഇങ്ങോട്ട് തിരിച്ച് വന്നത്. ചോരയും മറ്റുമാകായിട്ട് 12,000 രൂപ എൻ്റെ മകൾ അഹല്യ ആശുപത്രിയിൽ നിന്ന് അയച്ചിട്ടാണ് ഒരു ദിവസം ആശുപത്രി കിടന്ന് പിന്നെ ആവിറ്റീസ് ആശുപത്രിയിൽ കിടന്ന് ചികിത്സയ്ക്ക്. അപ്പോൾ ഒരു 2.5 വർഷം മുമ്പ് 2 മാസം ഇരിക്കുമ്പോൾ എൻ്റെ മകളുടെ കല്യാണത്തിന് 2 മാസം ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് ഇപ്പോൾ 2.5 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കേസ് വേണ്ട, അത് തമ്മിൽ തീരാമെന്ന് പറഞ്ഞിട്ടും അത് കൂട്ടാക്കാതെ CPM സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി എല്ലാവരും കൂടിയിട്ട് കേസ് ചാർജ് ചെയ്യാൻ ഹരിനാരായണൻ എന്ന ഒരു SI അടുത്ത് 2.5 വർഷം മുമ്പ് നിർബന്ധിച്ച് കേസെടുക്കുകയും കേസിന് ഞാൻ പോകില്ല, എന്നെ ഒഴിവാക്കി തരണം, അപ്പോൾ എനിക്ക് കാശും വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്നെ വിടാതെ പിന്തുടർന്ന് എന്നെ അടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി കേസിട്ട് കൗണ്ടർ കേസ് ഇട്ടതിൻ്റെ ഭാഗമായി ഇന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി 14 ദിവസം റിമാൻഡ് ചെയ്യേണ്ട കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ സഹാക്കൾ എല്ലാവിടെയും വെട്ടിപ്പെടുത്തുമെന്ന് ഒഴിവാക്കുക. സാധാരണക്കാരെ ആശുപത്രിയിൽ പോണതിനും അതിനും ദ്രോഹിക്കുന്ന ഒരു പരിപാടി ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഉറവുമട പറഞ്ഞ ഇലക്ഷൻ പ്രചരണത്തിൽ നടക്കുമ്പോഴാണ് ഇത് കോൺഗ്രസ്സുകാർ വന്നിട്ട് കോൺഗ്രസ് നിൽക്കണം, ഞാൻ ഏത് പാർട്ടി നിൽക്കണം ഇവരെല്ലാം തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് നിൽക്കുന്നത് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിൻ്റെ ആളാണ്. അതുകൊണ്ട് അപ്പോൾ ഇവരെന്താ CPM ബുദ്ധിമുട്ടിച്ച പോലെയൊന്നും കോൺഗ്രസ്സുകാർ ബുദ്ധിമുട്ടിച്ചില്ല. CPM വല്ലാത്ത ഒരു അവസ്ഥയിൽ 25 വർഷമായി എന്നെ നരനായാട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെയൊന്നും കോൺഗ്രസ്സുകാർ ചെയ്തിട്ടില്ല. പിന്നെ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ മരിക്കുന്നവരെ കോൺഗ്രസ്സുകാരാണ്. ഇവരൊന്നും സർട്ടിഫിക്കറ്റ് CPMകാരുടെ സർട്ടിഫിക്കറ്റോ ഏരിയ സെക്രട്ടറിൻ്റെയോ പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ ആ പഞ്ചായത്ത് മെമ്പർമാരെയോ സർട്ടിഫിക്കറ്റോ എനിക്ക് വേണ്ട. അതുകൊണ്ട് നാളിതുവരെയായിട്ട് BJPയിലേക്കും പോവില്ല, CPMലേക്കും പോവില്ല. കോൺഗ്രസ് കരുണാകരൻ്റെ പാർട്ടിയിൽ നിന്നുണ്ട് വേണ്ടി വന്നാൽ ഇനിയും നിൽക്കും. അതുകൊണ്ട് എന്നെയൊന്നും ഭീഷണിപ്പെടുത്താൻ വരണ്ട. ഇന്ന് ജാമ്യം കിട്ടി. സഹാക്കൾ അറിയണം, ഈ 15 ദിവസം മുമ്പ് ഇലക്ഷൻ്റെ മുമ്പ് അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ പിടിച്ചിട്ടാൽ അങ്ങനെ ഒളിച്ചോടി പോകുന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഞാൻ ഹോട്ടലിൽ പണിക്കാണ് പോയത്. അപ്പോൾ പോലീസുകാർ വീട്ടിൽ വന്ന് ഡെയിലി പ്രശ്നങ്ങളുണ്ടാക്കി എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേസ് വേണ്ട പറഞ്ഞ് അന്നത്തെ SI അടുത്ത് കാല് പിടിച്ച് പറഞ്ഞിട്ടും അത് നടത്തിയ ഒരാളുടെ. അപ്പോൾ നേരത്തെ ഒരു CI ഉണ്ടായിരുന്നു, ദീപക്. അദ്ദേഹവും വല്ലാത്തൊരവസ്ഥയിൽ നമ്മളെയൊക്കെ ആക്കി ചങ്ങലക്കിട്ട് അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ ബലങ്ങൊക്കെ ഇട്ടിട്ട് സ്റ്റേഷന് മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു SI ഉണ്ടായിരുന്നു. SI ആരാ? പിന്നെ ബെന്നി. അദ്ദേഹം മണൽ മാഫിയയ്ക്ക് കൂട്ടുനിന്ന പോലീസുകാരാണ്. അത് VS അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ
10 25 ലോഡ് വണ്ടിത്താവളത്തെ ആൾ NSS കോളേജിൽ മണൽ മാഫിയയ്ക്ക് വേണ്ടി കൂട്ടുനിന്ന എസ് ഐയെ ശിക്ഷിച്ചു. പൂന്നേരം സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പോയിട്ട് ചന്ദനമരം അഖിലമരം ഉണ്ടായിരുന്നു, 3500 രൂപയ്ക്ക് എടുത്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഇവർ കൈക്കൂലി മേടിച്ചിട്ട് പിന്നെ അന്ന് 3 മാസം സസ്പെൻഷൻ കിട്ടി ബെന്നിക്ക്. എൻ്റെ അടുത്ത് കേസ് നമ്മാറെ ആശുപത്രി കിടക്കാൻ വിടാതെ ഇവർ അതിനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ദ്രോഹമൊക്കെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം പോലീസ് സ്റ്റേഷൻ മുന്നിൽ വെച്ച് തല്ലിയിട്ടുണ്ട് ഇവരെ. ഇതൊക്കെ തല്ലിയവരൊന്നും ഒന്നുമില്ല.